ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ മോട്ടിവേഷൻ സ്റ്റോറിയാണ്. നിങ്ങളുടെ മൈൻഡ് മുഴുവൻ നെഗറ്റീവ് തോട്ട്സുകളാണെങ്കിൽ, ആ കാര്യം നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, ആൾക്കാർ നിങ്ങളെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയുമാണെങ്കിൽ, നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ സ്റ്റോറി. നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥ കൂടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന പരുന്തിൻ്റെ തലയിൽ ഇരുന്നു കൊണ്ട് കാക്ക കൊത്തുകയാണ്. പക്ഷേ ഈ പരുന്ത് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാക്കയോട് റെസ്പോണ്ടൊന്നും ചെയ്തിട്ടില്ല. പകരം പരുന്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങി. അങ്ങനെ ഉയരം കൂടുന്തോറും കാക്കയ്ക്ക് ശ്വസിക്കാൻ പറ്റാതെയായി. കാക്കയ്ക്ക് ശരിയായ ഓക്സിജൻ കിട്ടാതെയായി. ആൻഡ് ഫൈനലി കാക്ക താഴേക്ക് പോയി പരുന്ത് മുകളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. സോ വാട്ട് ഈസ് ദി മോറൽ ഓഫ് ദി സ്റ്റോറി? നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ കാക്കകൾ ഉണ്ടാകും. നിങ്ങളുടെ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ഒരുപാട് കാക്കകൾ, നിങ്ങളുടെ പിന്നാലെ നടന്ന് നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്ന് തട്ടി താഴെയിടാൻ ശ്രമിക്കുന്ന ഒരുപാട് കാക്കകൾ. ബട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം ആ കാക്കകൾക്ക് വേണ്ടി ചിലവഴിക്കരുത്. ഈ കാക്കകൾ റെപ്രസെന്റ് ചെയ്യുന്നത് ചില ചാലഞ്ചസിനെയാണ്, ചില ആൾക്കാരെയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത ചില ആൾക്കാരെ, കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും വേദനകളും മാത്രം സമ്മാനിച്ച ചില ആൾക്കാർ, നിങ്ങളെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെയൊക്കെ പ്രതികരിക്കാം, അവരെ ഓരോരുത്തരെയായി തിരിച്ചടിക്കാം. പക്ഷേ നെവർ ഡു ദാറ്റ്. പകരം നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും? ഫ്ലൈ ഹൈ ലൈക്ക് ദി ഈഗിൾ. നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കണം. നിങ്ങളെ ഇഷ്ടമല്ലാത്തവർക്കും നിങ്ങളെ തട്ടി താഴെയിടാൻ ശ്രമിച്ചവർക്കും ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും ദൂരം നിങ്ങൾ പറക്കണം. ആളുകൾ നിങ്ങളെ കളിയാക്കുമ്പോൾ വീണ്ടും മുകളിലേക്ക് പറക്കുക. ആളുകളെ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ വീണ്ടും ഉയരങ്ങളിലേക്ക് പറക്കുക. നിങ്ങളുടെ ഗോൾസ് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി. മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ലേൺ മോർ. നിങ്ങൾക്ക് അറിയാത്തതിനെക്കുറിച്ച് പഠിക്കുക. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. അവനവനിൽ തന്നെ മൊത്തം ആത്മവിശ്വാസവും അർപ്പിച്ച് ശ്രമിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. അത് എന്നെങ്കിലും ഒരു നാൾ, ഇന്നില്ലെങ്കിലും എന്നെങ്കിലും ഒരു നാൾ നിങ്ങളെ സക്സസിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.